രാഹുലിനെ പൂട്ടാൻ കേക്കച്ചൻ മിനക്കെട്ടിറങ്ങുവാൻ കാരണമിതാണ്. രാഹുൽ മാങ്കൂട്ടത്തിലിനെ അകത്താക്കാൻ തേങ്കണി രാജ നെട്ടൂർ കേക്കച്ചൻ മിനക്കെട്ടിറങ്ങുവാൻ കാരണം മറ്റൊന്നുമല്ല, രാഹുൽ പറവൂരും പാലക്കാട്ടും സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുവാൻ ഇറങ്ങിയാൽ തൻ്റെ കാര്യം കട്ടപ്പുകയാകും, പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല എന്ന് മനസ്സിലാക്കി തന്നെയാണ്. രാഹുലിനെ പരമാവധി നാണം കെടുത്തുവാൻ കേക്കച്ചൻ്റെ അച്ചാരം വാങ്ങി തിന്ന മാധ്യമങ്ങളും മാധ്യമ വ്യഭിചാരികളും ഒരു കുപ്പി ജവാനും ഒരു പോട്ടിയും മേടിച്ചു കൊടുത്താൽ ആരെക്കുറിച്ചും എന്ത് അഭിപ്രായവും ചില മാധ്യമങ്ങളിൽ പോയി വിളിച്ചു പറയുന്ന കേസില്ലാ വക്കീൽ ശങ്കരനും ഓവർ ടൈം പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. ആർക്കു വേണ്ടി? നെട്ടൂർ കേക്കച്ചനു വേണ്ടി. പക്ഷേ ഇവന്മാർ എന്തൊക്കെ ചെയ്തിട്ടും എത്രയൊക്കെ കുരച്ചിട്ടും സത്യം മനസ്സിലാക്കിയ ജനങ്ങൾ ഇപ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിനോടൊപ്പമാണ്. ഇതിനിടയിൽ രാഹുലിനെ സഭയിൽ നിന്ന് പുറത്താക്കുവാനുള്ള തീവ്രയജ്ഞം ആരംഭിച്ചിരിക്കുകയാണ്. ആരുടെ നേതൃത്വത്തിൽ? ഭരണപക്ഷത്തെയും പ്രതിപക്ഷത്തെയും സർട്ടിഫൈഡ് ആഭാസന്മാരുടെ നേതൃത്വത്തിൽ. രാഷ്ട്രീയ ലക്ഷ്യത്തോടെ പ്രതികാര ബുദ്ധിയോടെയാണ് രാഹുലിനെതിരെയുള്ള മൂന്നാമത്തെ ബലാത്സംഗ പരാതിയും പോലീസ് രജിസ്റ്റർ ചെയ്തത് എന്നതിനുള്ള കൂടുതൽ തെളിവുകൾ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഓൺലൈനായി പരാതിക്കാരി നൽകിയ ആ വിവരങ്ങൾ വെച്ച് യാതൊരു നടപടിക്രമങ്ങളും പാലിക്കാതെയാണ് രാഹുലിനെ നോട്ടീസ് പോലും നൽകാതെ അറസ്റ്റ് ചെയ്തത്. ബലാത്സംഗം ചെയ്തു എന്ന് പരാതിപ്പെട്ടവരെ ഇതുവരെ മെഡിക്കൽ പരിശോധനയ്ക്ക് പോലും വിധേയമാക്കിയിട്ടില്ല. എന്നാൽ രാഹുലിൻ്റെ പൊട്ടൻസി ടെസ്റ്റ് വരെ നടത്തി. റേപ്പല്ല നടന്നത് എന്ന് തെളിയിക്കുന്ന കൃത്യമായ തെളിവുകൾ രാഹുൽ നാളെ കോടതിയിൽ ഹാജരാക്കും. അതിനെ സാധൂകരിക്കുന്ന നിരവധി ചാറ്റുകൾ ഉൾപ്പെടെ നാളെ കോടതിയിൽ ഹാജരാക്കും. ഇന്ന് കസ്റ്റഡി കാലാവധി കഴിഞ്ഞതിനെ തുടർന്ന് രാഹുലിനെ മാവേലിക്കര സബ് ജയിലിലേക്ക് മാറ്റി. രാഹുലിനെ അന്വേഷണ സംഘം പത്തനംതിട്ട ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ജഡ്ജിയുടെ വസതിയിൽ ഹാജരാക്കി. വീണ്ടും കസ്റ്റഡി ആവശ്യപ്പെട്ട് അന്വേഷക സംഘം അപേക്ഷ നൽകാത്തതിനെ തുടർന്നാണ് രാഹുലിനെ വീണ്ടും സബ് ജയിലിലേക്ക് റിമാൻഡ് ചെയ്തത്. മാവേലിക്കര സ്പെഷ്യൽ സബ് ജയിലിലേക്ക് മാറ്റുന്നതിന് മുമ്പായി രാഹുലിനെ രാവിലെ പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ വൈദ്യപരിശോധനയ്ക്ക് വിധേയനാക്കിയിരുന്നു. തിരുവല്ലയിലെ ഹോട്ടൽ മുറിയിൽ വെച്ച് ബലാത്സംഗം ചെയ്തു എന്നതായിരുന്നു യുവതി പരാതി നൽകിയത്. കഴിഞ്ഞ ദിവസം രാഹുലിനെ ഈ ഹോട്ടലിൽ എത്തിച്ച് തെളിവെടുപ്പ് നടത്തിയിരുന്നു. വിശദമായ ചോദ്യം ചെയ്യലിനും ശേഷമാണ് SIT രാഹുലിനെ കോടതിയിൽ ഹാജരാക്കിയത്. രാഹുൽ മാങ്കൂട്ടത്തിൽ നൽകിയ ജാമ്യാപേക്ഷയിൽ തിരുവല്ല ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി നാളെ വിശദമായ വാദം കേൾക്കും. കെട്ടിച്ചമച്ച കേസാണിതെന്നും തന്നെ രാഷ്ട്രീയമായി ഇല്ലാതാക്കുവാനുള്ള ഗൂഢാലോചനയുടെ ഭാഗമായുള്ള കേസാണിതെന്നും തെളിവുകൾ സഹിതം നാളെ രാഹുൽ കോടതിയിൽ പറയും. അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിൽ കൃത്യമായ മാനദണ്ഡങ്ങൾ പാലിച്ചിട്ടില്ല എന്നുള്ളതും കോടതിയെ ധരിപ്പിക്കും. രാഹുലിനു വേണ്ടി അഡ്വക്കേറ്റ് ശാസ്തമംഗലം അജിത്താണ് കോടതിയിൽ ഹാജരാകുന്നത്. റോഡ് ഷോ നടത്തുന്നത് പോലെയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ രാഹുലിനെ കൊണ്ടു നടന്നത്. രാഷ്ട്രീയ എതിരാളികൾക്ക് മതിവരുവോളം അവഹേളിക്കുവാനുള്ള അവസരമാണ് ഇതിലൂടെ ഉണ്ടാക്കിക്കൊടുത്തത്. ഇന്ന് രാവിലെ രാഹുലിനെ വൈദ്യപരിശോധനയ്ക്ക് പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലേക്കും തുടർന്ന് കോടതിയിലേക്കും കൊണ്ടുപോകുന്ന ആ ദൃശ്യങ്ങൾ കാണുക. ഇന്ന് പ്രതിഷേധിക്കുവാൻ ആരും ഇല്ലാഞ്ഞതിനാൽ മരമുറി ചാനലിലെ മുട്ട അരുണിന് വലിയ മനസ്താപമായിരുന്നു. അതുപോലെ രാഹുലിനെ പിന്തുണച്ച ജില്ലാ പഞ്ചായത്ത് അംഗം ശ്രീനാദേവി കുഞ്ഞമ്മയോട് DCC വിശദീകരണം തേടി.
വിശദീകരണം തൃപ്തികരമല്ലെങ്കിൽ അച്ചടക്ക നടപടിയുണ്ടാകും എന്നാണ് വിരട്ട്. രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ അതിജീവിതൻ്റെ ഒപ്പമാണ്. അതിജീവിതന് മനക്കരുത്തുണ്ടാകട്ടെ, സത്യം ജയിക്കട്ടെ. സത്യം അവൾക്കൊപ്പമാണോ അവനൊപ്പമാണോ എന്ന് കോടതി തീരുമാനിക്കട്ടെ. അതുവരെ രാഹുൽ ക്രൂശിക്കപ്പെടേണ്ടതില്ല. ശ്രീനാദേവി സമൂഹമാധ്യമങ്ങളിൽ പങ്കുവച്ച വീഡിയോയിൽ പറഞ്ഞതിങ്ങനെയായിരുന്നു: ചില അജണ്ട വെച്ച് നടത്തുന്ന കഥാപ്രസംഗങ്ങളിൽ എത്രമാത്രം വാസ്തവമുണ്ടെന്ന് ബോധ്യപ്പെടുവാൻ ശ്രദ്ധിക്കേണ്ടതാണ്. കഥകൾ മെനയപ്പെടുന്നുണ്ടോ എന്നതും വിലയിരുത്തണം. അവനവൻ്റെ വിഷയങ്ങളിലും സ്ഥാപനങ്ങളിലെ ജീവനക്കാരുടെ വിഷയങ്ങളിലുമെല്ലാം ഈ കരുതലും കരുണയും വരുന്നുണ്ടോ എന്നും ശ്രദ്ധിക്കണം. രാഹുലിനെതിരെയുള്ള ആദ്യ കേസിൽ പീഡനാരോപണം നിലനിൽക്കില്ലെന്ന് കോടതി പറഞ്ഞിട്ടുണ്ട്. രണ്ടാമത്തെ പരാതിയിലും കോടതി സംശയം പ്രകടിപ്പിച്ചിരുന്നതായും ശ്രീനാദേവി പറഞ്ഞിരുന്നു. ഇനി രാഹുൽ വിഷയത്തിൽ സണ്ണി ജോസഫിൻ്റെയും സ്പീക്കർ ഷംസീറിൻ്റെയും പാലക്കാട് DCC പ്രസിഡന്റ് തങ്കപ്പൻ്റെയും ഷാഫിയുടെയും PV അൻവറിൻ്റെയും ഒക്കെ പ്രതികരണങ്ങൾ കാണാം. ഓർക്കുക, കരഞ്ഞ് കാല് പിടിച്ച് വലിഞ്ഞു കയറി വന്ന അളിഞ്ഞ അൻവർ വരെയാണ് ഇപ്പോൾ UDFൻ്റെ വക്താക്കൾ. രാജിവെപ്പിക്കാൻ ഞങ്ങൾക്ക് അദ്ദേഹത്തെ കൈപിടിച്ച് ഒപ്പിടിക്കാൻ പറ്റില്ല. ഞാൻ ആദ്യം അദ്ദേഹത്തെ പുറത്താക്കിയ ദിവസം തന്നെ ഞാൻ ഇടുക്കിയിലായിരുന്നു. ഞാൻ പറഞ്ഞ അദ്ദേഹം രാജിവെക്കുന്നത് നല്ലതെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ ആവശ്യമില്ല. അതൊരു വ്യക്തിയെ വെപ്പിക്കാൻ പറ്റില്ല. അതൊക്കെ ഇൻഡിവിജ്വൽ ചോയ്സ്. ഞങ്ങൾ പറഞ്ഞു, ഞാൻ പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹം കോൺഗ്രസ് പാർട്ടിയിലില്ല. ആരും എന്നറിയില്ല. ഞങ്ങൾ പറഞ്ഞല്ലോ, ഒരുപാട് പ്രൈവറ്റ് കംപ്ലയിൻറ്റ്സ് വരുന്നുണ്ട് ഞങ്ങളുടെ മെയിലിലേക്ക്. അദ്ദേഹത്തെ അയോഗ്യനാക്കണം, അദ്ദേഹത്തെ പുറത്താക്കണം എന്നൊക്കെ പറഞ്ഞ്, പ്രിവിലേജ് എത്തിക്സ് കമ്മിറ്റി കൊടുക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള. അപ്പം അതിൽ പ്രിവിലേജ് ആൻഡ് എത്തിക്സ് കമ്മിറ്റിക്ക് സ്പീക്കർക്ക് മൂവ് ചെയ്യാൻ സാധിക്കണമെങ്കിൽ സഭക്കകത്തിൽ ഏതെങ്കിലും സാമാജികന്മാർ പരാതി തരണം. സഭക്കകത്തിൽ ഏതെങ്കിലും സാമാജികന്മാർ പരാതി തന്നാൽ അത് പ്രിവിലേജ് ആൻഡ് എത്തിക്സ് കമ്മിറ്റിക്ക് ഞങ്ങൾ മൂവ് ചെയ്യും. ഇപ്പോൾ അദ്ദേഹം പാർട്ടിക്ക് പുറത്തായതുകൊണ്ടേ ആൾ എപ്പോൾ വേണമെങ്കിൽ തിരിച്ചു വരാം, അദ്ദേഹത്തെ എങ്ങനെ വേണമെങ്കിൽ മത്സരിക്കാം. കാരണം നമ്മുടെ നേതൃത്വത്തിലല്ല. ഒരു പാർട്ടിയിൽ നിന്ന് ഡിസ്മിസ് ചെയ്ത ആളുകൾ ഒരു കാരണവശാലും അദ്ദേഹത്തിനെ നിയന്ത്രിക്കാൻ നമുക്ക് അവകാശമില്ല. അദ്ദേഹം സ്വതന്ത്രനാണ്, പരിപൂർണ്ണ സ്വതന്ത്രനാണ്. അപ്പോൾ അദ്ദേഹം മത്സരിക്കുകയും വരികയും തിരിച്ചു വരികയൊക്കെ അയാളുടെ ഇഷ്ടം പോലെ. ഒരാളെ വ്യക്തിയെ ആശ്രയിച്ചിട്ടല്ലോ പാർട്ടി. അപ്പോൾ അദ്ദേഹം ഈ പാർട്ടിക്ക് പുറത്തു പോയതുകൊണ്ട് അദ്ദേഹത്തിന് എന്ത് വേണമെങ്കിൽ പറയാനുള്ള അവകാശമുണ്ട്. ഇല്ലെങ്കിൽ അദ്ദേഹം പാർട്ടിയോട് ആലോചിച്ച് പറയേണ്ട ആളാണ്. പുറത്തു പോയതുകൊണ്ട് അദ്ദേഹം എന്ത് പറയണമെന്ന് നമ്മൾ തീരുമാനിക്കാൻ പറ്റില്ല. ആരെ UDF സ്ഥാനാർത്ഥി നിന്നോ അവർ ജയിപ്പിക്കാനുള്ളതാണ് UDF പ്രവർത്തകർ. അന്ന് രാഹുലും ജയിച്ചത് UDFൻ്റെ ഭാഗമായിട്ട് മാത്രമേ ജയിച്ചത്, അല്ല ഒറ്റയ്ക്ക് നിന്ന് ജയിച്ചൊന്നുമല്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ചെയ്തോട്ടത് കുഴപ്പമൊന്നുമില്ല. അത് ചിലപ്പോൾ അദ്ദേഹത്തിന് വല്ല പ്രകോപനായിട്ട് നിങ്ങളുടെ ചോദ്യം അങ്ങനെ വെച്ചിട്ട് അത് പറഞ്ഞതായിരിക്കാം. പക്ഷെ 90% അദ്ദേഹം അങ്ങനെ ചെയ്യുന്ന കൂട്ടത്തിലല്ല എന്നാണ് എൻ്റെ വിശ്വാസം. അദ്ദേഹത്തിൻ്റെ നേച്ചർ വെച്ചിട്ട് ഇന്നലെ വരെ അദ്ദേഹത്തിന് നമ്മൾ പാർട്ടി കൊടുത്തിട്ടുള്ള അംഗീകാരം, അദ്ദേഹം ഇന്ന് പാർട്ടിക്കാരനല്ലാത്തത് കൊണ്ട് ഒറ്റടിക്ക് അത് മറക്കും എന്ന് തോന്നുന്നില്ല. ആ തീരുമാനം അദ്ദേഹത്തിൻ്റെ ആണെങ്കിലും അദ്ദേഹം 100% അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ സാധ്യതയില്ല എന്നാണ് എൻ്റെ വിശ്വാസം. ഞങ്ങളതിനകത്ത് തുടക്കം മുതലേ പറഞ്ഞിട്ടില്ല. ഇപ്പം നിങ്ങൾ പറഞ്ഞു അദ്ദേഹം അറസ്റ്റിലായി എന്നുള്ളത്. അത്തരം ഒരു ലോ എടുക്കുന്ന ഒരു പ്രൊസീഡ്സിലും ഒരു പ്രൊസീജിയറിലും അതിന് തടസ്സമായി കോൺഗ്രസ് പാർട്ടിയോ അതിൻ്റെ ഒരു നേതാവോ ഞങ്ങൾ ആരും വന്ന് നിന്നിട്ടില്ലല്ലോ. പാർട്ടിയിൽ അങ്ങനെ ഒരു ആരോപണം വന്ന സമയത്ത് തന്നെ പാർട്ടിയിലെ സസ്പെൻഷൻ കഴിഞ്ഞു. ആ സസ്പെൻഷന് ശേഷം പരാതി ലഭിച്ചപ്പോൾ പാർട്ടി തന്നെ അത് പോലീസിന് കൈമാറി. ഇപ്പോൾ അതിൻ്റെ ശേഷം തന്നെ പാർട്ടി ഡിസ്മിസലും കഴിഞ്ഞു, പാർട്ടിയിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തു. ഇപ്പോൾ നിയമപരമായ ആ കാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ അതിൽ നീതി നടക്കട്ടെ. എന്താണോ സത്യസന്ധമായ കാര്യങ്ങൾ അത് ഈ നിയമപരമായ പ്രൊസീജിയറിൽ പുറത്തു വരട്ടെ. ആ പുറത്തു വരുന്നതിനനുസരിച്ച് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ നിയമം തീരുമാനിക്കട്ടെ. അതിന് തടസ്സമായിട്ട് കോൺഗ്രസ് പാർട്ടിയോ കോൺഗ്രസ് പാർട്ടിയിലെ സഹപ്രവർത്തകരോ സുഹൃത്തുക്കളോ ആയ ആരും ഞങ്ങളൊരു ലീഗൽ പ്രൊസീജിയറിന് തടസ്സം നിൽക്കുന്ന തരത്തിൽ ഷീൽഡുമായി ഞങ്ങൾ ആരും ഇറങ്ങി നിന്നിട്ടില്ല. നിയമത്തിൻ്റെ വഴിക്ക് പോകാനുള്ള എല്ലാ സാധ്യതകളും എല്ലാ സാഹചര്യങ്ങളും പാർട്ടി അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ടുള്ള സസ്പെൻഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് പോയിട്ടുണ്ട്. പിന്നെ രാജിയെ സംബന്ധിച്ചും രാജി കോൺഗ്രസ് ആവശ്യപ്പെടുന്നതിനെ സംബന്ധിച്ച് KPC പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും ആ കാര്യത്തെ സംബന്ധിച്ച് ഞങ്ങളുടെ നേതാക്കന്മാർ പ്രതികരിച്ചു കഴിഞ്ഞു. അവർ പറഞ്ഞു ഞങ്ങളുടെ റെസ്പോൺസിബിലിറ്റി ഞങ്ങൾ നിറവേറ്റിയിട്ടുണ്ട്. അദ്ദേഹം ഇപ്പോൾ കോൺഗ്രസ് പാർട്ടിയുടെ ഭാഗമല്ല. അതുകൊണ്ട് തന്നെ ഫർദർ ഇനി എന്തെങ്കിലും കോൺഗ്രസ് പാർട്ടി അക്കാര്യത്തിൽ ഒരു നടപടിയായി സ്വീകരിക്കേണ്ടതുണ്ട് എന്ന് തോന്നുന്നില്ല എന്ന് KPCC പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും അവർ കൃത്യമായി പറയുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മേലിഞ്ഞൊരു അഭിപ്രായം പ്രത്യേകിച്ച് ഇൻഡിവിജ്വലി ഞാനെടുത്ത് പറയേണ്ടതായിട്ടുള്ളൊരു സാഹചര്യമില്ല പാർട്ടിയുടെ ഒരു വർക്കിംഗ് പ്രസിഡന്റ് എന്ന നിലക്ക്. പിന്നെ നേരത്തെ ഞാൻ പറഞ്ഞിട്ടുള്ളത് തന്നെയാണ്, ഞാനുമായിട്ടുള്ള സൗഹൃദത്തെ സംബന്ധിച്ചാണ്.
ആ സൗഹൃദവും ഒരു പാർട്ടി നടപടിക്കും ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് പ്രസ്ഥാനത്ത് മാറ്റുന്നതിലോ അതുപോലെ തന്നെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുന്നതിനകത്തോ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്ന കാര്യത്തിലോ അത് പാർട്ടിക്ക് ഒരു തടസ്സമായിട്ട് അതും മാറിയിട്ടില്ല. ഇപ്പോൾ കോൺഗ്രസ് ആസ് സച്ച് എ പാർട്ടി എന്നുള്ള നിലക്ക് ഇത്തരം ഒരു കാര്യത്തിൽ മറ്റേത് പ്രസ്ഥാനവും സ്വീകരിച്ചതിനേക്കാളും ക്ലാരിറ്റി ഉള്ള നിലപാടുകളും നടപടികളും സ്വീകരിച്ചിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾക്കെല്ലാം ബോധ്യമുണ്ട്. അതുകൊണ്ട് അത് ഞാൻ അതിൻ്റെ നിയമത്തിൻ്റെ വഴിക്ക് നടക്കട്ടെ, അതിൻ്റെ കാര്യങ്ങൾ മുന്നോട്ട് പോകട്ടെ, അതിൻ്റെ സത്യവും നീതിയും തെളിഞ്ഞു വരട്ടെ. ഒരു സാധ്യതയില്ല. അതൊക്കെ കഴിഞ്ഞൊക്കെ ഗ്യാസ് ഔട്ടായിട്ട് സമയം കുറേയായി. അദ്ദേഹത്തിനെതിരെ പാർട്ടി നടപടി നേരിട്ടപ്പോൾ പോലും അദ്ദേഹത്തെ ചെന്ന് കാരണം പ്രാദേശിക നേതാക്കൾ അദ്ദേഹത്തിന്റെ ഒരു ഫാൻ ബേസ് അതായത് ആ രീതിയിൽ പാലക്കാട്ട് നമ്മൾ കണ്ടിരുന്നു. തെരഞ്ഞെടുപ്പൊക്കെ വരുന്ന സമയത്ത് പാലക്കാട്ട് രാഹുൽ വിഭാഗം എന്ന് പറഞ്ഞൊരു സംഗതിയൊക്കെ ഉയർന്നു വരാൻ സാധ്യതയില്ലേ? ഒരു സാധ്യതയില്ല. ഈ പിണറായിക്ക് അനുകൂലമായി ആരും നിൽക്കുന്നോ, അത് ഇടതുപക്ഷമാവട്ടെ വലതുപക്ഷമാവട്ടെ മറ്റാരുമാവട്ടെ, ആ നിൽക്കുന്നവൻ്റെ അഡ്രസ്സ് ഉണ്ടാവില്ല. കാരണം ജനം എന്ന് പറയുന്നൊരു സംഭവമാണ്. വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പ് പൊളിറ്റിക്കൽ ഇലക്ഷൻ മാത്രമല്ല, ജനങ്ങളുടെ ഒരു വികാരമുണ്ട്. ആ ജനകീയ വികാരം ഇനി ആളിക്കത്താൻ പോവാണ്. അതാ പറഞ്ഞത്, അത് ആൻറ്റി പിണറായിസാണ്. അത് പൂർണ്ണമായും കത്തിയിട്ടില്ല, അത് കത്തിജ്വലിക്കാൻ പോവുകയാണ്. അതിൽ ഒരാളും അതിനെതിരെ നിന്നിട്ട് ഒരു കാര്യമില്ല. കഴിഞ്ഞ 4.5 മാസക്കാലം ഭരണപക്ഷ എതിർപക്ഷ ശത്രുക്കൾ മാത്രമല്ല, സ്വന്തം പാർട്ടിയിലെ മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെ സംഘം ചേർന്ന് ആക്രമിച്ച് ഇല്ലാതാക്കുവാൻ ശ്രമിക്കുമ്പോൾ പോലും അതിജീവിച്ച കരുത്തനായ, വലിയ രീതിയിൽ ജനപിന്തുണ വർദ്ധിപ്പിച്ച കേരള രാഷ്ട്രീയ ചരിത്രത്തിലെ ഒരേ ഒരു നേതാവാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് നിസ്സംശയം പറയാം. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.